നമ്മൾ മലയാളികൾ പണ്ടേ മുതൽ ആളുകളെ പറ്റിക്കാനും പറ്റിക്കപ്പെടാനും ഒരുപോലെ കഴിവുള്ള ആളുകളാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുൻപുള്ള കാലത്ത് നമ്മൾ പത്രത്തിലൊക്കെ പരസ്യം കൊടുത്ത് ആളുകളെ വിളിച്ച് പറ്റിക്കുകയായിരുന്നു, വിളിച്ച് വരുത്തി പറ്റിക്കുകയായിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ആ കാലത്ത് നമ്മൾ എപ്പോഴും കോമഡി ആയിട്ട് പറയുന്നൊരു സംഭവമുണ്ട്, ആട്, തേക്ക്, മാഞ്ചിയം എന്നുള്ള വാക്ക്. അതൊരു വലിയ തട്ടിപ്പായിരുന്നു. കാരണം നമ്മൾ 10,000 രൂപ കൊടുത്തിട്ട് ഒരു പദ്ധതി ചേരുന്നു, അവർ ആടിനെ വാങ്ങി വളർത്തുന്നു, വലുതായി ആട് വളർന്ന് വലുതായി കഴിയുമ്പോൾ ആ ആടിനെ വിറ്റിട്ട് നമുക്ക് വലിയൊരു തുക തിരിച്ചു തരുന്നു. അതേപോലെ തന്നെ നമ്മൾ 10,000 രൂപ കൊടുക്കുന്നു, ഒരു മാഞ്ചിയം വാങ്ങി നടുന്നു. മാഞ്ചിയം എന്ന് പറയുന്ന ഒരു മരം പ്രത്യേകം പെട്ടെന്ന് വന്നതായിരുന്നു. ആ മരം വാങ്ങി നടുന്നു, ഒരുപാട് വർഷം കഴിയുമ്പോൾ ആ മരം വളർന്ന് വലുതാവുന്നു, അവരത് വെട്ടിവിൽക്കുന്നു, നമുക്ക് വലിയ തുക തിരിച്ചു തരുന്നു. അതേപോലെ തന്നെയായിരുന്നു തേക്കും. അപ്പൊ ഇങ്ങനത്തെ തട്ടിപ്പുകളൊക്കെ വർഷങ്ങളായിട്ട് നമ്മൾ മലയാളികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന കാര്യമായിരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയ വന്ന ശേഷം എന്ന് പറഞ്ഞാൽ അതിന്റെ വേറെ വേർഷനൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ കുറച്ച് പൈസ കൊടുക്കുന്നു, അവർ വയനാട്ടിൽ കുറച്ച് സ്ഥലം വാങ്ങുന്നു, അതിൽ അവർ റിസോർട്ട് പണിയുന്നു, എന്നിട്ട് ആ റിസോർട്ടിന്റെ വരുമാനം നമുക്ക് വർഷങ്ങളോളം തന്നു, ഹോം സ്റ്റേ പോലെയുള്ള ചെറിയ വീടുകൾ നമുക്ക് വർഷങ്ങളോളം തന്നുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഒരു കാലത്ത് വേണമെങ്കിൽ ആ സ്ഥലം നമ്മളെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തരും. ആ സ്ഥലം നമുക്ക് വിൽക്കാം, അങ്ങനെ നമുക്ക് വീണ്ടും കാശുണ്ടാക്കാം. ഇങ്ങനത്തെ ഒരു സംരംഭമൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഇടക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന വലിയൊരു സംഭവമായിരുന്നു ഈ നന്മമരം നമ്മൾ ചാരിറ്റി ചെയ്യുക, വേറെ കാശുള്ളവന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് കാശില്ലാത്തവന് കൊടുക്കുന്ന ഒരു പരിപാടി. അതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കുറെ ആളുകൾ വന്നു, അങ്ങനെ ചെയ്യുന്ന കുറെ ആളുകൾ വന്നു. അങ്ങനെ വന്ന് ആ സമയത്ത് വലിയ അസുഖങ്ങളുള്ള കുട്ടികൾ, ഈ ചെറുപ്പത്തിൽ തന്നെ ന്യൂറോ ഡിസീസുകൾ വന്നിട്ട് നടക്കാൻ പറ്റാത്ത കുട്ടികൾ, അപ്പൊ അവർക്ക് 15 കോടിയുടെ മരുന്ന് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന അവരുടെ അസുഖം മാറും. അപ്പോൾ ഉടനെ തന്നെ 15 കോടിയുടെ ഫണ്ട് റൈസ് ചെയ്യുന്നു, അങ്ങനെ ഈ കുട്ടിക്ക് കൊടുക്കുന്നു, കുട്ടിയുടെ അസുഖം മാറുന്നു. അങ്ങനത്തെ ഒരുപാട് നന്മമര സംരംഭങ്ങൾ ആ കാലത്തുണ്ടായിരുന്നു. അത് പിന്നീട് ഓഡിറ്റും ആ പ്രശ്നങ്ങളും ഈ ഫണ്ട് വരുന്നതിന്റെ അതിന്റെ ടാക്സും ഇത് എവിടുന്ന് ഫണ്ട് വരുന്നു അങ്ങനത്തെയൊക്കെ കുറെ ചർച്ചകൾ നടന്ന ശേഷം അതിനിപ്പോൾ വളരെ കുറവുണ്ട്. അതിനുശേഷം ഈ 15 കോടിയുടെ മരുന്ന് വേണ്ട കുട്ടികളും ഈ കേരളത്തിൽ വളരെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിപ്പോൾ അങ്ങനത്തെ ന്യൂസുകളൊന്നും കാണാറില്ല. അപ്പൊ നമ്മള് തട്ടിപ്പ് എന്ന് പറഞ്ഞാല് സ്ഥിരമായിട്ട് ഒരു തട്ടിപ്പ് നടത്തിയ ആളുകൾക്ക് മനസ്സിലാവും അല്ലെ. അപ്പൊ പുതിയ പുതിയ തട്ടിപ്പുകൾ വരേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ ഈയിടെ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു തട്ടിപ്പാണ് കൂപ്പൺ അടിച്ച് വീട് വിൽക്കുക എന്നുള്ള തട്ടിപ്പ്. ഇപ്പൊ ഒരാൾക്ക് കുറെ കട ഉണ്ട്, അയാൾക്ക് വീട് വിൽക്കാൻ താല്പര്യമുണ്ട്, കടം വീട്ടാൻ താല്പര്യമുണ്ട്. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാല് അധികം ആളുകളൊന്നും, എനിക്ക് തോന്നുന്നു നോട്ട് നിരോധനത്തിന് ശേഷം തോന്നുന്നു ഇവിടെ കള്ളപ്പണത്തിന്റെ വരവ് കുറഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും പൊതുവെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ ഒരു തണുപ്പൻ രീതിയാണ് ഇപ്പോൾ ഉള്ളത്. സ്ഥലങ്ങളൊന്നും വിറ്റു പോകുന്നില്ല, എന്നാൽ ഒരുപാട് പേർക്ക് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, എല്ലാവരും വീടുകൾ വിൽക്കാനിടുന്നുണ്ട്, എന്നാൽ വിൽക്കല് വളരെ കുറവാണ്. വിലയൊക്കെ പറയുന്നുണ്ട്, പക്ഷെ വിറ്റ് പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇങ്ങനെ കടലുള്ള ആളുകൾക്കും വീടൊന്നും വിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ വന്ന ഒരു പുതിയ സംഭവമാണ് കൂപ്പൺ അടിച്ചിട്ട് ആ വീട് വിൽക്കുക എന്നുള്ളത്. എന്ന് വെച്ചാല് ഒരാളൊരു 10,000 രൂപ കൂപ്പൺ അടിക്കുന്നു, 1000 രൂപയുടെ 10,000 കൂപ്പൺ അടിക്കുന്നു. അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും വാങ്ങാം. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞിട്ട് അത് നറുക്കെടുക്കുന്ന ഒരാൾക്ക് ഈ വീട് സമ്മാനമായിട്ട് കൊടുക്കുന്നു. ഇത് സാധാരണ നമ്മുടെ ലോട്ടറി ഒക്കെ പോലെ, സർക്കാർ നടത്തുന്ന ലോട്ടറി ഒക്കെ പോലെ സാധാരണ പ്രൈവറ്റ് ആയിട്ട് ആളുകൾ നടത്തുന്ന പരിപാടിയാണ് ഈ പരിപാടി. അപ്പൊ ഞാൻ 1-2 പോസ്റ്റൊക്കെ ഇങ്ങനെ വീട് എനിക്ക് കടാണ്, വിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ കൂപ്പൺ അടിക്കുന്നു, നിങ്ങൾ എല്ലാവരും വാങ്ങി സഹായിക്കണം, എന്നിട്ട് ആ കൂപ്പണിൽ നിന്ന് നറുക്കെടുക്കുന്ന ഒരാൾക്ക് സമ്മാനം കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പരസ്യങ്ങൾ കണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വ്ളോഗേഴ്സൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാൻ, KL വിജു ബ്രോ, മുകേഷ് നായർ എന്നൊക്കെ തുടങ്ങി. എൻ്റെ ഇടയിൽ കാദർ കരിപ്പൊടി ഉണ്ട് തോന്നുന്നു, എനിക്കറിയില്ല, അദ്ദേഹം അത്ര ശ്രദ്ധിച്ചില്ല. അങ്ങനെ കുറെ ആളുകൾ, കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെ വീടുകൾ വിൽക്കാൻ തുടങ്ങി. വീടുകൾ വിൽക്കല്ല, കൂപ്പൺ എടുത്തിട്ട് വീടുകൾ സമ്മാനമായിട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരാള്, നാസർ എന്ന് പേരുള്ള ഒരാള്, പുള്ളിക്ക് കുറെ കടണ്ട്, പുള്ളി വളരെ നല്ല മനുഷ്യനാണ്, നാട്ടിലെല്ലാവരെയും സഹായിക്കുന്ന മനുഷ്യനാണ് എന്നൊക്കെയാണ് പറയുന്നത്. ആ മനുഷ്യന് അങ്ങനെ കടം വന്നു. അപ്പൊ പുള്ളിക്ക് നല്ലൊരു വീടുണ്ട്, ഏകദേശം 16 സെന്റ് സ്ഥലവും 2400 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടും പുള്ളിക്കുണ്ട്. അപ്പോൾ അത് വിൽക്കാനിട്ടപ്പോൾ ആരും വാങ്ങുന്നില്ല. അപ്പൊ ഇങ്ങനെ കൂപ്പൺ അടിച്ചിട്ട് കുറച്ച് ആളുകൾ, അപ്പൊ നമ്മൾ ഒരു 1000 രൂപയുടെ കൂപ്പൺ, 1000 രൂപയുടെ കൂപ്പൺ എല്ലാവരും എടുക്കുമ്പോൾ അയാൾക്ക് ആ വീടിന്റെ എത്ര വാല്യൂ ഉണ്ട് അത് അയാൾക്ക് കിട്ടും ചെയ്യും. ആ വീട് ഇതിൽ ഈ കൂപ്പൺ എടുത്തതിൽ ഏതെങ്കിലും ഒരാൾക്ക് കിട്ടും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഈ നാസർ എന്ന് പറയുന്ന ആള് തയ്യാറായി. അപ്പൊ ഇത് എല്ലാവരും അറിയണം അല്ലേ, ഇത് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് എല്ലാവരും അറിയണം. അപ്പൊ അയാൾ വ്ളോഗേഴ്സിനെ വെച്ചിട്ട് അത് പ്രൊമോട്ട് ചെയ്തു. അങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വന്ന വ്ളോഗേഴ്സാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ, KL വിജു ബ്രോ, മുകേഷ് നായർ തുടങ്ങിയ വ്ളോഗേഴ്സ്.
അപ്പൊ അവര് വരുന്നു, അവര് വീഡിയോ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വീട് കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് കൂപ്പണുകൾ വിറ്റുപോകുന്നു. അപ്പൊ ആദ്യം ഇതിൽ KLBJ ബ്രോ ഒക്കെ ഉണ്ടെങ്കിലും പിന്നീടുള്ള ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ ഇവരൊന്നും ഇല്ലാതെയായി. ലാസ്റ്റ് ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ മാത്രം ബാക്കിയായി. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ ഇതൊക്കെ വിറ്റ് പോകുന്നു. ചിലപ്പോൾ കുറെ ആയപ്പോൾ വിൽക്കുന്നില്ല. അപ്പൊ ഈ ലക്കി ഡ്രോ എടുക്കൽ മാറ്റി വെക്കുന്നു, വീണ്ടും ഇത് വിറ്റുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കൂപ്പണൊക്കെ വിറ്റ് തീർന്നു കഴിഞ്ഞപ്പോൾ ഇവരൊരു ഡേറ്റ് തീരുമാനിച്ചിട്ട് അന്ന് ഈ നറുക്കെടുപ്പ് വെക്കുന്നു. അപ്പൊ ആദ്യം ഒരു നറുക്കെടുപ്പിന് ഡേറ്റ് വെച്ചു, അത് പിന്നെ അവർക്ക് മാറ്റേണ്ടി വന്നു. അതുകൊണ്ട് പിന്നെ രണ്ടാമത്തെ ഡേറ്റ് അവർക്ക് പരസ്യമായിട്ട് വലിയ പന്തലൊക്കെ ഇട്ട് നടത്തണം, നാട്ടുകാരെ കാണിച്ച് സുതാര്യമായി നടത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വെച്ചാലും അന്ന് മഴയായതുകൊണ്ട് അവർക്കൊരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ വെച്ച് നടത്തേണ്ടി വന്നു. അപ്പൊ കുറെ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി വലിയൊരു ഗ്ലാസിന്റെ ബോക്സിൽ നിറച്ച് ഈ കൂപ്പണുകൾ, നറുക്കെടുക്കാനുള്ള കൂപ്പണുകൾ ഇട്ടു. എന്നിട്ട് അവിടെ ഇങ്ങനെ പാണ്ടിക്കാട് കുഞ്ഞാനും ഈ ഓണറും അവരും എല്ലാവരും ഇതിന്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ നിന്നു. അങ്ങനെ നറുക്കെടുത്തു. അപ്പൊ ആദ്യത്തെ നറുക്കെടുക്കുന്ന ഇത് വീട് മാത്രല്ല കേട്ടോ, വീടുണ്ട്, അതേപോലെ ജിന്നി ഉണ്ട്, അതേപോലെ ബുള്ളറ്റ് ഉണ്ട്, അങ്ങനെ കുറെ സമ്മാനങ്ങളുണ്ട്, സ്വർണ്ണ നാണയങ്ങളുണ്ട്, അങ്ങനെ 1, 2, 3 സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നറുക്കെടുത്തു. അപ്പൊ ഫസ്റ്റത്തെ നറുക്കെടുക്കുന്നത് പാണ്ടിക്കാട് കുഞ്ഞാനാണ്. പാണ്ടിക്കാട് കുഞ്ഞാൻ ആദ്യമൊക്കെ ഒന്ന് ഇളക്കി, ആ കിടക്കുന്ന ലോട്ടൊക്കെ ഒന്ന് ഇളക്കി, അവിടെ കിടക്കുന്ന നമ്മൾ ഈ എടുത്ത കൂപ്പണിന്റെ ഇതുണ്ടല്ലോ സ്ലിപ്പ്, അതൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുഞ്ഞാൻ അത് എടുത്തു. നമുക്ക് സ്വാഭാവികമായിട്ട് മുകളിന്നോ അല്ലെങ്കിൽ ഇടയെന്നൊന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. പക്ഷെ കുഞ്ഞാൻ എന്ത് ചെയ്തു, അതിന്റെ ഉള്ളിലോട്ട് കൈയിട്ടിട്ട് കുറേ നേരം തപ്പിയിട്ട് എന്തോ നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചൊരു സാധനം എടുക്കുന്നത് പോലെ ഒരു കൂപ്പൺ എടുത്തു. എന്നിട്ട് കൂപ്പൺ തുറന്നു വായിച്ചു. അപ്പൊ വയനാടുള്ള ഷാഫി പറയുന്ന ആൾക്കാണ്. ഷാഫിയാണോ സാഫിയാണോ എന്നറിയില്ല, അവരുടെ പ്രൊനൗൺസിയേഷനിലുള്ള കുഴപ്പമാണോ അറിയില്ല. എന്തായാലും ഷാഫി എന്ന് പറയുന്ന ആൾക്ക് ഈ വീട് സമ്മാനമായിട്ട് അടിച്ചു എന്ന് അനൗൺസ് ചെയ്തു. എന്നിട്ട് ഷാഫീനെ വിളിച്ചു, ഷാഫീനോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നറുക്കെടുത്തു, ജിന്നി കിട്ടിയ ആളെ വിളിച്ചു, ബാംഗ്ലൂരിലുള്ള ഒരാൾക്കാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ബുള്ളറ്റ് നറുക്കെടുത്തു. ബുള്ളറ്റ് നറുക്കെടുത്തപ്പോൾ അവിടെ തന്നെയുള്ള ഒരാൾക്ക്, എന്ന് വെച്ചാൽ ആ കൂടി നിൽക്കുന്നതിൽ ഒരാൾക്കാണ് ഈ ബുള്ളറ്റ് കിട്ടിയത്. അപ്പോൾ ഈ ആളോട് ഈ പേര് കൂപ്പൺ എടുത്ത് പേര് വായിച്ചപ്പോ എന്തോ മുഹഫിൻ എന്തോ എനിക്കറിയില്ല, ഓർമ്മയില്ല. ആ പേരെടുത്ത് വായിച്ചപ്പോ തന്നെ അവിടെ കൂടുന്ന ആള് പറഞ്ഞു ഞാനാണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ സ്ഥലം ഏതാന്ന് വായിച്ചിട്ടില്ല, ആ പേരിൽ എത്രയോ ആളുകൾ ഉണ്ടാവാം അല്ലേ, ഉടനെ തന്നെ അയാളാന്ന് പറഞ്ഞു. ഓക്കെ, അയാള് ബുള്ളറ്റ് അയക്കാണ് തീരുമാനം. അപ്പൊ ഈ നറുക്കെടുപ്പ് കഴിഞ്ഞ ഉടനെ മുതല് വിവാദങ്ങൾ ആരംഭിച്ചു. കാരണം പാണ്ടിക്കാട് കുഞ്ഞാൻ നറുക്കെടുക്കുന്ന ബോക്സിന്റെ അടിയിലേക്ക് കൈയിട്ടിട്ട് നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ച സാധനമാണ് എടുത്തത്, അത് നേരത്തെ അവിടെ വെച്ചതായിരുന്നു, ഒരു നേരത്തെ തീരുമാനിച്ച ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ പുകയാൻ തുടങ്ങി. അപ്പൊ ആളുകൾ പറഞ്ഞു ഈ സമ്മാനം കിട്ടിയ ആളെ അന്വേഷിക്കണം, ചിലപ്പോൾ ഇവർക്ക് പരിചയമുള്ള ആളെന്നെയായിരിക്കും, വേറെ കൂട്ടത്തിലുള്ള ആളെന്നെയായിരിക്കും എന്നൊക്കെ തമാശയായിട്ട്, അതൊന്നും ശരിക്കും ആവില്ല എന്നുള്ളതിൽ തമാശയായിട്ടൊക്കെ പറയാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ വിവാദങ്ങളൊക്കെ ആയപ്പോ പാണ്ടിക്കാട് കുഞ്ഞാൻ വളരെ മോശമായില്ലേ, നാണക്കേടായി. അപ്പൊ പാണ്ടിക്കാട് കുഞ്ഞാൻ ഈ വ്യക്തിനെ കാണിക്കണല്ലോ, ഈ സമ്മാനം കിട്ടിയതിന് ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വ്യക്തിയാണ് എന്ന് കാണിക്കണല്ലോ. അപ്പൊ അതിനു വേണ്ടി പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഈ വ്യക്തിനെ കാണാനായിട്ട് പോയി. അപ്പൊ ഈ വ്യക്തി ഭയങ്കര ബിസി ആയിട്ടുള്ള വ്യക്തിയാണ് ഇത്ര. പുള്ളിക്ക് എന്തോ കട്ട കമ്പനിയാണെന്നോ കട്ട പിടിക്കണമെന്നോ ലോഡും കൊണ്ട് എങ്ങോട്ടോ പോവുകയാണെന്നോ, വയനാടുള്ള വ്യക്തിനെ ഇവർക്ക് കാണാൻ പറ്റുന്നില്ല, അത്ര ബിസിയാണ് പുള്ളി. എന്ന് വെച്ചാൽ ഈ ഇത്ര ഇപ്പൊ ഒരു 16 സെന്റ് സ്ഥലവും 2300 400 സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറഞ്ഞാൽ ഒരു 50 ലക്ഷത്തിന് മേലെ ഉള്ള മുതലാണല്ലോ. ഈ 50 ലക്ഷത്തിന് മേലുള്ള ഒരു മുതൽ വെറുതെ കിട്ടിയിട്ട് പോലും പുള്ളിക്ക് വരാനോ ഒന്ന് കാണാനോ അതിന്റെ ഡോക്യുമെന്റ് നോക്കാനോ അതിന്റെ സന്തോഷം പങ്കിടാനോ ഒന്നും നേരില്ല. പുള്ളി ഭയങ്കര ബിസി ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഈ വ്യക്തി, ഈ വയനാടുള്ള ഷാഫി എന്ന് പറയുന്ന വ്യക്തി ലോഡും കൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത്, ലോറിയും കൊണ്ട് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ചിട്ട് പാണ്ടിക്കാട് കുഞ്ഞാൻ ഇദ്ദേഹത്തെ മീറ്റ് ചെയ്യാണ്. വേറെ എവിടെ നിന്നും കാണാൻ പുള്ളിക്ക് സമയമില്ല കേട്ടോ. അതുകൊണ്ട് റോഡിൽ വെച്ചിട്ട് മീറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോ ഒരു കാറിലിരുന്നിട്ട് ഇവരെല്ലാരും കൂടെ കണ്ടുമുട്ടി, അങ്ങനെ സംസാരിച്ചു. അപ്പൊ പാണ്ടിക്കാട് കുഞ്ഞാൻ ഈ വ്യക്തിനെ ആദ്യമായിട്ട് കാണാന്നുള്ള ഇതിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ആ വ്യക്തിക്ക് സമയമില്ല, ആ വ്യക്തിക്ക് ജോലി തിരക്കുണ്ട്, അതുകൊണ്ട് വന്ന ഡോക്യുമെന്റ് ഒന്നും നോക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല എന്നൊക്കെ വളരെ അലസമായിട്ട് പറയുന്നുണ്ട്. പുള്ളി അങ്ങനെ ഒന്നിലും മതി, എന്താ പറയാ, നമ്മൾ ഭ്രമിക്കുന്ന ആളൊന്നും ആയിരിക്കില്ലായിരിക്കും. പുള്ളി വളരെ സാധാരണ പോലെ കാഷ്വലായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു. അപ്പോ ഇങ്ങനെ ആള് മുന്നോട്ട് വന്നു, ആളുകളൊക്കെ ഇവരെ കണ്ടു, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു, ആരാണ് സമ്മാനം നേടിയതെന്ന് കണ്ടു. സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന് അറിയുന്ന ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ടിക്ടോക്കിൽ ഒരു വീഡിയോ ചെയ്തു, ഒരു ഇൻഫ്ലുവൻസർ ടിക്ടോക്കിൽ ഒരു വീഡിയോ ചെയ്തു. അപ്പൊ ആ വീഡിയോ എന്താന്ന് വെച്ചാല് ഈ ഷാഫി എന്ന് പറയുന്ന വ്യക്തി ആരാണ്, ഈ പുള്ളി പറയുന്നു ഷാഫി എന്ന് പറയുന്ന വ്യക്തി കട്ട പിടിക്കുന്ന ആളും കട്ട കമ്പനിയുള്ള ആളും അങ്ങനത്തെ ആളൊന്നും അല്ല, പുള്ളി ഒരു സ്വർണ്ണക്കടയിൽ ജോലിക്ക് നിൽക്കുന്ന ആളാണെന്ന് പറയുന്നു.
ഈ കട്ട പിടിക്കുന്ന ആള്, ഈ കട്ടക്കമ്പനി ഉള്ള ആള് ആരാണെന്ന് അറിയോ? അത് ഈ ഷാഫിന്റെ ഫ്രണ്ട്, അടുത്ത സുഹൃത്താണെന്ന് പറയുന്നു. ഈ അടുത്ത സുഹൃത്ത് ആരാന്നറിയോ? നമ്മളെ ഈ വീട് ഈ ലക്കി ഡ്രോയിലൂടെ ആളുകൾക്ക് കൊടുക്കാതിരുന്ന നാസിർ ഖാന്റെ മോനാണ് ഈ ഷാഫിന്റെ ഫ്രണ്ട്. അപ്പൊ ബന്ധം മനസ്സിലായല്ലോ. ഇനിയുണ്ട് ബന്ധം. ഓക്കെ, അപ്പൊ ഈ വീട് വിൽക്കാൻ വെച്ചിരിക്കുന്ന നാസർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയുടെ വീട് വയനാട് സുൽത്താൻ ബത്തേരിക്ക് അടുത്തുള്ള ചിതല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ ചിതല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ നാസറിന്റെ മകൻ ജനിച്ച് വളർന്നത്. ഈ നാസറിന്റെ മകന്റെ അടുത്ത സുഹൃത്താണ് വീട് സമ്മാനമായിട്ട് കിട്ടിയിട്ടുള്ള വയനാട്ടുകാരൻ ഷാഫി. അപ്പൊ ഏകദേശം ബന്ധത്തെ ആളുകൾക്ക് മനസ്സിലായി, ഇത് വെറും ഉടായിപ്പാണ്. ഇവര് ഒത്തുകളിച്ച് ഈ വീട് നഷ്ടപ്പെടാതെ കുറെ കാശ് സമ്പാദിക്കാൻ ചെയ്തിട്ടുള്ള വെറും പറ്റിപ്പാണെന്നൊക്കെ ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് ഇത് ശരിയാണോ നോക്കണല്ലോ. അപ്പൊ ഇതിന് മുൻപ് തന്നെ ഇവർ ഈ ലക്കി ഡ്രോ നറുക്കെടുപ്പെടുത്തില്ലേ പാണ്ടിക്കാട് കുഞ്ഞാൻ, അപ്പോൾ അത് ഒട്ടിച്ചു വെച്ചതാണ്, എന്നിട്ട് അത് എടുത്തതാണ് എന്നൊക്കെ ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ പറയാൻ തുടങ്ങിയപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഇങ്ങനെയാ ചെയ്യുക, അപ്പൊ എന്റെ കയ്യിൽ വശയാവില്ലേ വലിച്ചെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ കടലാസ് കീറിയിട്ടുണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഹൈദർ മധൂർ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തു എങ്ങനെ ഇത് ഒട്ടിച്ചു വെക്കാം എന്നുള്ളത്. അപ്പൊ ഒരു പോക്കറ്റ് പോലെ 3 വശം ഒട്ടിച്ച ഒരു പേപ്പർ മടക്കി ഈ ബോക്സിന്റെ ഉള്ളിൽ വെച്ചിട്ട് അതിന്റെ ഉള്ളില് ഈ കൂപ്പൺ പ്രത്യേകമായി കയറ്റി വെച്ചിട്ട് അതിന്റെ മുകളിൽ ബാക്കിയുള്ള കൂപ്പണുകളൊക്കെ ഇട്ട് കറക്റ്റായിട്ട് അടിവരെ കൈ കൊണ്ടുപോയി അത് എടുക്കുന്നതായിട്ട് ഇദ്ദേഹം കാണിച്ചു. അപ്പൊ മുന്നേ ആൾക്ക് ഇത് എങ്ങനെ ചെയ്തു, ഈ തട്ടിപ്പ് എങ്ങനെ ചെയ്തു എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഈ ഹൈദർ മധൂറാണ് ഈ ആദ്യമായിട്ട് ഈ വീഡിയോ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നത് നമുക്ക്. അപ്പൊ ഈ ടിക്ടോക്കിലൂടെ ആ ഇൻഫ്ലുവൻസർ ഈ ഷാഫിയും നാസറും തമ്മിലുള്ള ബന്ധം എന്താന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്ന ഹൈദർ മധൂർ പോയിട്ട് ഈ ബന്ധം കറക്റ്റ് ആണോ എന്ന് അന്വേഷിച്ചു നോക്കി. അപ്പൊ കറക്റ്റാണ്. അയാൾ ഹൈദർ മധൂർ വയനാട്ടിൽ പോയിട്ട് അന്വേഷിച്ചു. അപ്പൊ ഈ ഷാഫി പറയുന്ന ആള് നാസറിന്റെ മകന്റെ ഫ്രണ്ടാണെന്ന് മനസ്സിലായി. ശരിക്കും കട്ടക്കമ്മിലുള്ള നാസറിന്റെ മകനാണെന്ന് മനസ്സിലായി. ഈ സ്വർണ്ണക്കടയിൽ ജോലിയുള്ളത് ഈ പറയുന്ന ഷാഫിക്കാണെന്ന് മനസ്സിലായി. അപ്പോഴേ അവിടെ ആകെ വിവാദമായി. അപ്പൊ അതിനുശേഷം എല്ലാവരും ഇരിക്കറിയാം എന്നുവെച്ചാൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകള്, സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ ഒക്കെ, ഇതില് നമുക്കിപ്പം ഏറ്റവും പരിചയമുള്ള ആൾ ഇതിൽ പങ്കെടുത്ത ആളെന്ന് പറഞ്ഞാല് പാണ്ടിക്കാട് കുഞ്ഞാനാണ്. അപ്പൊ എല്ലാരും പാണ്ടിക്കാട് കുഞ്ഞാനെതിരെ തിരിയാൻ തുടങ്ങി. പാണ്ടിക്കാട് കുഞ്ഞാൻ അറിഞ്ഞുകൊണ്ടാണ്, പാണ്ടിക്കാട് കുഞ്ഞാനാണ് ഈ പറ്റിപ്പ് നടത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പാണ്ടിക്കാട് കുഞ്ഞാൻ വന്നിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത്, എനിക്ക് ഈ തട്ടിപ്പിൽ യാതൊരു പങ്കുമില്ല, കാരണം ഞാൻ അവര് വിളിച്ചു, കാശ് വാങ്ങി, പോയിട്ട് പ്രൊമോഷൻ വീഡിയോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതേപോലെ തന്നെ എടുക്കുന്നു, നമ്മൾ അവരെ വലിയ ആളുകളായിട്ട് കാണുന്നു, അവർ പറയുന്ന കാര്യം സത്യമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഈ ചെയ്യുന്ന പറ്റിപ്പുകളിൽ അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. അവരിപ്പോ കാശ് പറ്റിച്ചിട്ടില്ലെങ്കിലും ഇത്രയും രൂപ നറുക്കെടുപ്പിലൂടെ സമ്പാദിച്ചിട്ട് പറ്റിച്ചുകൊണ്ട് പോയിട്ടില്ലെങ്കിലും അവർ ചെയ്ത പ്രവൃത്തിയിൽ അവർക്ക് ഉത്തരവാദിത്തം ഉണ്ട് അല്ലെ. നാസറൊക്കെ ചെയ്ത പദ്ധതിയിൽ ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ പോയി പെട്ടിട്ടുണ്ടെന്ന് മാത്രമാണെങ്കിൽ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കണം. അദ്ദേഹം തന്നെയാണ് ഇതിൽ എന്താണ് തട്ടിപ്പുകൾ എന്ന് മനസ്സിലാക്കണം. അല്ലെ കാലാകാലങ്ങൾ നമ്മൾ ഈ പാണ്ടിക്കാട് കുഞ്ഞാനെ കാണുമ്പോൾ എന്തു പറയും, അതാ പറ്റിച്ചു പോയ ആള്, ലക്കി ഡ്രോയിലൂടെ പറ്റിപ്പ് നടത്തിയ ആള്, പണ്ട് ലോട്ടറി വിറ്റ് പറ്റിച്ച ആളാ, ഇങ്ങനത്തെ ഡയലോഗുകളൊക്കെ പറയൂലേ. അപ്പൊ തീർച്ചയായിട്ടും പാണ്ടിക്കാട് കുഞ്ഞാന് ഇതിന് തീർച്ചയായിട്ടും ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹത്തിന്റെ സത്യാവസ്ഥ എന്താന്ന് വെളിയിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിനും കൂടെ അറിയാതെ ഇനിയിപ്പൊ അതിലെന്താണെങ്കിലും അദ്ദേഹം നറുക്കെടുത്തതില് തട്ടിപ്പുണ്ടെങ്കിൽ അയാൾക്ക് ഈ തട്ടിപ്പിനെ കുറിച്ച് അറിയാം എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ തീർച്ചയായിട്ടും ആളുകൾ കുറ്റം പറയുന്നതിന് ഒരു കാര്യവും കുറ്റം പറയുന്നതിൽ ഒന്നും നമുക്ക് പറയാനില്ല. അത് തീർച്ചയായിട്ടും പാണ്ടിക്കാട് കുഞ്ഞാന്റെയും കൂടെ ഉത്തരവാദിത്തമാണ്. ഇതിൽ അദ്ദേഹം തട്ടിപ്പൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ പദ്ധതിയിൽ തന്നെ തട്ടിപ്പൊന്നും ഇല്ലെങ്കിൽ അത് അദ്ദേഹം തന്നെയാണ് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് അല്ലെ. ഇനി ഇതിൽ വേറെ പിന്നീട് കൂടുതൽ ട്വിസ്റ്റുകൾ ഉണ്ടായി. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും മനസ്സിലായി ഈ നാസറും വയനാട് ഉള്ള ഷാഫിയും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് മനസ്സിലായി. ഇനിയിപ്പോ അവർക്കത് വീടിനടുത്ത് കിടന്ന് ഉരുളുക അല്ലെങ്കിൽ വെളുപ്പിക്കുക അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഈ ഷാഫി എന്ന് പറയുന്ന ആള് ഈ നാസർ ഖാനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു. നാസർക്കും യൂട്യൂബ് ചാനലുണ്ട്, നാസർഖാന്റെ മോനും യൂട്യൂബ് ചാനലുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വീട്ടിൽ വന്നപ്പോ ഷാഫി നാസർ ഖാനോട് വളരെ ഉദാഹരണമായി, ഞാൻ ഇത്രയും 150 കിലോമീറ്റർ ദൂരെ താമസിക്കുന്ന ആളല്ലേ, ഞാൻ ഈ വീട്ടിൽ വന്ന് താമസിക്കാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ തുടർന്ന് ഇനിയുള്ള കാലം ആ വീട്ടിൽ തന്നെ താമസിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു.
അങ്ങനെ അദ്ദേഹം വളരെ ഉദാഹരണമായ അപ്പൊ അദ്ദേഹം വളരെ ചാരിറ്റിക്ക് വേണ്ടിയാണ് ഈ ലോട്ടറി എടുത്തത്. എന്ന് വെച്ചാൽ 13 ലോട്ടറികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്നാ ഈ ലോട്ടറി എടുത്തതിന് ഒരു തെളിവുണ്ടാവുമല്ലോ. ഇപ്പൊ ഷാഫി നേരിട്ട് നാസർക്കേന്റെ അടുത്ത് വന്നിട്ടല്ല ലോട്ടറി എടുത്തിട്ടില്ല. അപ്പൊ ക്യാഷ് കൊടുത്തു എന്ന് വിചാരിക്കാം. ദൂരെ ഇരുന്ന് ലോട്ടറി എടുത്താവുമ്പോ ഈ 13 ലോട്ടറി എടുത്തതിന് ഒരു ഗൂഗിൾ പേ ഉണ്ടാവുമല്ലോ, ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുമല്ലോ ഈ 13 ലോട്ടറിയുടെ ചാർജ്. അപ്പൊ അതൊന്ന് കാണിച്ചു തരുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊന്നും അവർ പ്രതികരിക്കുന്നില്ല. കാരണം അവരുടെ ചാറ്റ് നിറഞ്ഞു പോയോണ്ട് അവർ ക്ലിയർ അടിച്ചു ഉത്തരം. അത് സ്വാഭാവികമാണ്, എല്ലാ തട്ടിപ്പിന്റെ അവസാനം അങ്ങനെയൊക്കെയാണ്. പിന്നീട് ഇത് കേസൊക്കെ ആവുകയാണെങ്കിൽ ഇത് പുറമേക്ക് വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ അങ്ങനെ ഓക്കെ, അങ്ങനെ കഴിഞ്ഞുപോയി. ഷാഫി വരുന്നു. ഷാഫി പറയുന്നു, എനിക്ക് വീടൊന്നും വേണ്ട, വീട് താമസിക്കാനൊന്നും വേണ്ട, ഇക്ക തന്നെ താമസിച്ചോളൂ. അപ്പൊ ഇക്ക പറയുന്നു, ഓക്കെ ഞാൻ രജിസ്റ്റർ ചെയ്ത് തരാം, ഇന്ന ഡേറ്റിന് രജിസ്റ്റർ ചെയ്ത് തരാൻ പറയുന്നു. ഇതൊന്നും നമുക്കിപ്പോ പുറമേ ഉള്ള ഒരാള് ാണ് സമ്മാനം അടിക്കുന്നത്, സത്യസന്ധാണ്, പുറമേ ഉള്ള ഒരാൾക്കാണ് സമ്മാനം അടിക്കുന്നത് വെച്ചാൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തില്ല വെച്ചാൽ അയാൾ പുറമെ നമ്മളോട് വന്നിട്ട് പറയും, ഇതിന്റെ രജിസ്ട്രേഷൻ ഒന്നും കഴിഞ്ഞില്ല, വെറും തട്ടിപ്പായിരുന്നു കേട്ടോ എന്ന് പറയും. പക്ഷേ ഈ ഷാഫി നാസറിക്ക് ഈ പറയുന്ന നാസർക്ക് എന്റെ മോനും പാണ്ടിക്കാട് കുഞ്ഞാനും എല്ലാവരും ഒറ്റ ഗ്യാങ്ങിന്റെ ഭാഗമാണെങ്കിൽ ഇതൊന്നും നമ്മൾ പുറത്തറിയാൻ പോകുന്നില്ല അല്ലെ. പക്ഷെ ഇതില് ഇവർക്കെതിരെ കേസ് കൊടുക്കാനും ഇതിനെതിരെ പ്രതികരിക്കാനും ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നവരെക്കാട്ടിലും അവകാശമുള്ള ആളുകളുണ്ട്. കാശ് കൊടുത്ത് ഈ ടിക്കറ്റ് എടുത്തിട്ടുള്ള ആളുകൾ 1000 രൂപ കൊടുത്തിട്ട് ഒരു ടിക്കറ്റ് എടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട് വെച്ചാൽ എനിക്ക് സ്വാഭാവികമായിട്ടും കേസിന് പോകാനുള്ള അവകാശമുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്തായിരുന്നു എന്ന് അറിയാനുള്ള അവകാശമുണ്ട്. അപ്പൊ ശ്രീജിത്ത് പെരുമന എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഈ തട്ടിപ്പിൽ പെട്ടിട്ടുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ തുടർ നടപടികൾ ഇനി ഉണ്ടായിരിക്കും, നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാ പറ്റിപ്പുകളും പോലെ ഇതും പതുക്കെ കാലത്തിൽ മാഞ്ഞു പോവുമെന്നും അല്ല ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് തെളിയിക്കപ്പെടുമോ എന്നുള്ളത്. പക്ഷെ എന്താ വെച്ചാല് പാണ്ടിക്കാട് കുഞ്ഞാന് ഇത് തെളിയിക്കപ്പെട്ടില്ല വെച്ചാല് പാണ്ടിക്കാട് കുഞ്ഞാന് ഇതെല്ലാ കാലത്തേക്കും ഒരു നാണക്കേടാണ്. നമ്മൾ അദ്ദേഹത്തിനെ കാണുമ്പോൾ അതാ പറ്റിച്ച ആള് പോകുന്നേ എന്തായാലും പറയുള്ളൂ. അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം.